അപ്പം നമ്മുടെ മലയാള ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ. കാരണം ഇപ്പോൾ 2 കോടിക്ക് തുടങ്ങുന്ന അങ്ങനെ ബഡ്ജറ്റ് പറയുമ്പോൾ 20 കോടി വരെ ആവുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പല യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പം നേരത്തെ ആരോഗ്യ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിന് എന്താണ് ശരിക്കും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് എന്നറിയാത്തോണ്ടാണോ ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ. ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. ഇത് വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഒരു വലിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാത്തവർ എങ്ങനെ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അതിന് റിപ്ലൈ തരാൻ കാണത്തില്ല. ചെറിയ പ്രൊഡക്റ്റാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ഒരു അപ്രോക്സിമേറ്റ് ധാരണ വേണം. ഇത്രയും മേളിൽ പോയാൽ എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളല്ലേ ഇപ്പം ഞങ്ങൾ ഷോർട്ട് ഫിലിം ഈ ബ്ലാഡിലും ഇവ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ചെയ്യാൻ വെയിറ്റിംഗ് ആയതാണ്. ഇപ്പോഴത്തെ നമ്മളിതിന് പ്രോപ്പർ എക്യുപ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇട്ടു, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ, അല്ലെങ്കിൽ 40 കോടി രൂപ ഇട്ടു. അതിൽ നിന്ന് ഒരു ചെറിയ പോയിന്റ് വേരിയേഷൻ വരും. എന്ന് വെച്ച് അതൊരിക്കലും അതിൻ്റെ ഒരു 10 ഇരട്ടി 20 ഇരട്ടി ഒന്നും വലുതായി ഞാൻ കണ്ടിട്ടില്ല. അഥവാ അങ്ങനെ വന്നെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ അവർക്കൊരു ഐഡിയ ഇല്ല, നല്ല പക്ക പ്രീ എക്സിക്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ല, ചിലപ്പോൾ പ്ലാൻ കാണും. അപ്പോൾ ഈ എക്സിക്യൂഷൻ ചെയ്ത രീതിയായിരിക്കും ഒരു നീണ്ടുപോയത്. ഡേയ്സ് ഓഫ് ഷൂട്ട് നീണ്ടോണ്ടിരിക്കും തോറും ഇതിൻ്റെ എക്സ്പെൻസസ് കൂടത്തേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ ചെയ്ത് 3D ഫിലിമാണ്. ദാറ്റ്സ് വരാക്കിയല്ല നമ്മുടെ ടൈറ്റിൽ വരാത്ത ആ ഒരു സബ്ജക്റ്റ്. അത് 3D ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 3D ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു സിനിമയെ സംബന്ധിച്ച് യൂണിറ്റ് തന്നെ ഒരു തുകയ്ക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. യൂണിറ്റ്, ക്യാമറ ക്രെഡൊക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് സ്പെൻഡ് ആവും. അതിൻ്റെ ടെക്നീഷ്യൻ്റെ എക്സ്പെൻസ്, ഒരു ഹ്യൂജ് എക്സ്പെൻസ് ഒരു ദിവസം ഇവിടെ റൗണ്ട് ആകുന്നത്. ഇതൊക്കെ അവരൊക്കെ പറയുമ്പോൾ ശരി, പല ബിസിനസ്സുകളിലൂടെ തിരിച്ചെടുക്കാം. പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് വേണം. അതിപ്പോൾ നമ്മളുടേത് ചെയ്താലും എൻ്റെ കയ്യിരിക്കുന്ന കഥകൾ ആര് ചെയ്താലും, ഇപ്പോൾ നമ്മൾ ആരുടെയും കഥകൾ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്താൽ പോലും, ഇപ്പോൾ സോണി ഷോർട്ട് ഫിലിംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും നമ്മളതിൻ്റെ ഒരു മാർക്കറ്റ് ഇത്ര ഇടും. അതായത് ഇപ്പോൾ ഈ സാധനം ഒരു 50,000 രൂപ, 60,000 രൂപ, 70,000 രൂപയ്ക്ക് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടും. അപ്പോൾ ഇത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പലപ്പോഴും പല ഫ്രഷേഴ്സ് OTT കിട്ടും, പല ലാംഗ്വേജിലുള്ള ഇവർക്ക് എന്തെങ്കിലും നമ്മൾ സോൺ ഔട്ട് ചെയ്താൽ മതി. എന്നെ സംബന്ധിച്ച് ഫിലിം എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രൈസാണ്. ഞാനതിൻ്റെ ഒരു മെറ്റഡ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന, അല്ലാണ്ട് അതിനകത്ത് ഞാൻ ഇത്ര രൂപ ലാഭം കണക്കാക്കി ഇത്ര നഷ്ടത്തിൽ അങ്ങനെയൊന്നും. ഇപ്പോൾ ഈ ബരാക്കി ബൈലോ പ്രൊഡക്ഷൻസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് അപ്രോക്സിമേറ്റ്ലി അത്യാവശ്യം ചെറിയ ലോ ബഡ്ജറ്റാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഫുൾ എല്ലാ ലാംഗ്വേജ്, കന്നഡയുണ്ട്, ഹിന്ദിക്കാരുണ്ട്, അതുപോലെ തന്നെ തമിഴിലാണ് മ്യൂസിക് ഡയറക്ടർ ചാൻസ് ആയെന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഉണ്ട്. ഇറ്റാലിയൻസ് വരെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് അത് കേട്ടാൽ പലരും ഞെട്ടും. എന്ന് വെച്ചാൽ വലിയ ലക്ഷക്കണക്കിന് രൂപ പോലും ഇല്ല, എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ എക്സിക്യൂഷൻ അത് തന്നെയല്ല, ഒക്കെ പ്രീ പ്രൊഡക്ഷൻ ഓക്കെ ആണെങ്കിൽ കറക്റ്റ് ബഡ്ജറ്റ് പടം നിൽക്കും. അത് പിന്നെ ബാക്കി സീനിയേഴ്സിൻ്റെ കാര്യമൊന്നും ഞാൻ പറയാൻ ആളല്ല. കാരണം പറഞ്ഞാലത് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എന്തിനാണ്. എനിക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും മറ്റൊരാളുടെ സങ്കടം നേടുന്ന ഒരു സന്തോഷമൊന്നും എനിക്ക് അതിനോട് താല്പര്യമില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു 10 രൂപ വരുമാനം ഉണ്ടാക്കുവാണെങ്കിൽ പോലും അതൊരുത്തൻ്റെ സങ്കടത്തിൽ നിന്നുണ്ടാക്കിയാൽ അത് നമ്മുടെ വീട്ടിൽ ഇരിക്കത്തില്ല. സോ വേദനിപ്പിക്കാതെ നൈസായിട്ട് സൈഡിക്കോട്ട് ഞാൻ ഇപ്പോഴും ഞാനൊക്കെ രസി നമുക്ക് വേണ്ടി നമ്മൾക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തടയുന്ന ലോക്കൽസ് ആണെങ്കിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും നോക്കത്തില്ല. കാരണം ഞങ്ങളുടെ കമ്പനി ഫെക്ഷൻസ് കമ്പനി ഗോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലുതാണ്, അത് വളരെ വൈഡ് ഏരിയ ആയതുകൊണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് കിടന്ന് അവിടെ മാർക്കറ്റ് ചെയ്തിരുന്നത് അവിടെ നമ്മൾ അതിനകത്ത് അവരുമായിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്ത് ഡിബീറ്റ് ചെയ്ത് അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും ഓർഗനൈസേഷൻ അവർ തിങ്ക് ചെയ്യുമ്പം ചെറിയ പിന്നെ എന്ന് വെച്ച് നമ്മുടെ അടപെട്ടെല്ലാം മൊത്തം നശിപ്പിക്കാൻ നമ്മളങ്ങനെ വിടത്തില്ല. അങ്ങനെയല്ല, ഈ പോർഷൻ കട്ടിങ് ഇങ്ങനെ കുറവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ വരുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നല്ലത് മാത്രം ചൂസ് ചെയ്ത് പോകുന്നു. കുറേ ക്രിറ്റിസിസം വരും, അതായത് എമ്മിലൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ സെയിംലി ഹാൻഡിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം നമുക്ക് 2 രീതി കൈകാര്യം ചെയ്യാം. അതായത് ഒന്ന് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതി, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതി. ഞങ്ങൾ ഇതിന് നടുക്കൂടെയാണ് പോകാറ്. അവർക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി ആർക്കുമില്ല. കാരണം ഞങ്ങൾ കാരണം ആരുടെയും പ്രോഗ്രാംസ് നശിപ്പിക്കാൻ പോകുന്നില്ല, ആരുടെയും ക്ലയൻസിനെ ഞങ്ങൾ പിടിക്കാറില്ല, കസ്റ്റമേഴ്സിനെ പിടിക്കാറില്ല. ഞങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നൗ സ്റ്റിൽ ഇപ്പോൾ പോലും ഇന്നിപ്പോൾ ഞാൻ വരുന്നൊരു സമയത്ത് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരുന്നത്. കാരണം ഞാനിവിടുത്തെ ലോക്ക്ഡൗണിലാണ് കേട്ടോ പറയുന്നത്. ആ ഒരു ടൈം വരെ ഞാൻ ഇടയ്ക്ക് വെച്ച റേഞ്ച് കട്ടായി. അതുവരെ ഫോണിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റി.
ഇവരെല്ലാം ഞങ്ങളുടെ പ്രോപ്പർ ഭാവിയിൽ എക്സാം പോകുന്നവരാണ്. അതെല്ലാം കുറേ പേരിൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് വരുവാ. കണ്ണൂർ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അവരുടെ കമ്പനി സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് കരുതും. അത് ഒരുപാട് ആളുകളുടെ നല്ല പ്രാർത്ഥനകൾ എപ്പോഴും ഞങ്ങളുടെ ഇതിനുണ്ട്. കാരണം ഈ 15 പേർക്കും ഞങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന 15 പേർക്കും സിനിമ കൂടാതെ 15 പേർക്ക് ഞങ്ങൾ ഇതിന് അവർക്കുള്ള ഞങ്ങൾ ഫീ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് വേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാലറി ആയിക്കോട്ടെ. വേജസ് മീൻസ് ഈ ഡെയിലി ആണ് വേജസ് തന്നെ മന്ത്ലി ആണെങ്കിൽ നമ്മൾ സാലറി ആയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീമിയോട് ചോദിച്ചാൽ നമ്മൾ പ്രീമിയോട് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എംപ്ലോയീസ് ഉണ്ട്, നല്ല കമ്പനിയുടെ ബാക്ക് ബോൺ. അതൊരു എംപ്ലോയീസ് ആയിട്ടല്ല കരുതുന്നത്. ഞങ്ങളുടെ ഒരു ഫാമിലി, എനിക്ക് എപ്പോഴും അതൊരു ഫാമിലിയാണ്. അതിനകത്ത് എന്തൊക്കെ ഓർഗനൈസേഷണൽ ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അതിനകത്ത് എല്ലാവരും ഈ 15 പേരുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവരുടെ ഇമോഷണലി അറിയാം. ഞങ്ങൾ അങ്ങനെയാണ് തിന്നിട്ടുള്ളത്. അല്ലാണ്ട് ഓവർ ടാർഗറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഡെഡ് ലൈൻ വേണം, ആ ഡെഡ് ലൈനിനുള്ളിൽ തന്നതന്നെ ചെയ്യാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറ്. അതിപ്പം ഞങ്ങളുടെ അടുത്തൊരു മ്യൂസിക്കൽ ഇതിന് വന്നാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റാലോ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ മാർക്കറ്റിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ആർട്ടിസ്റ്റ് ബ്ലോ കാണിച്ചു കൂട്ടി തട്ടിക്കൂട്ടി ഒരു തുറയ്ക്ക് കൊടുത്തു അങ്ങനെയൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും ചെയ്യുന്ന സാധനം അവർക്ക് കൂടെ ഉപകാരമുള്ളതായിരിക്കണം. ഇല്ലാതെ അവരുടെ ഇത് പിടിച്ചു കുറച്ചോരെ പൈസ മേടിച്ചു നമ്മുടെ കയ്യിൽ പിന്നെ വർക്ക് കിട്ടത്തില്ല. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഗുഡ്വില്ലാണ് കമ്പനിയുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. സോ ഞങ്ങൾ എപ്പോഴും ഗുഡ്വില്ല് ഒരു അത് ഗുഡ്വില്ല് ഞങ്ങൾ ഒരു കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾ ആളുകളായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിലും ഞങ്ങൾ അതിലൊരു കോംപ്രമൈസും ഇല്ല. കുറച്ച് ഇപ്പോൾ കോഡക്സിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കോഡക്സിൽ ബാസിമളി കൊണ്ടുവരുന്ന കുറച്ച് മാറ്റങ്ങൾ സ്ട്രീംഫ്ലെക്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രൈസ് ഹൈയാക്കി. കാരണം ഞങ്ങളിപ്പോൾ UAE അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്ട്രീംഫ്ലെക്സ് വർക്ക് എടുക്കുന്ന UAE. അപ്പോൾ കുറച്ച് ഇവിടുത്തെ റേറ്റുകൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരും. അതിന് പകരമാണ് ഞങ്ങൾ കേരളത്തിന് ചെറിയ എമൗണ്ടിലും UAE അത്യാവശ്യം അവരുടെ എമൗണ്ട് എന്ന് വെച്ചാൽ പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു അവരെന്ത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അതിനൊന്നും ഒരു ചേഞ്ചസും ഇല്ല. എല്ലാം സെയിം ആയിരിക്കും, സെയിം പ്രീമിയം ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഒരു കുറച്ചൊരു ഇത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോറിൻ ബൈറ്റ്സിനാണ്. കാരണം അതാകുമ്പോൾ ലിമിറ്റഡ് വർക്ക്സ് ഒരു ഇയറിന് ചെയ്താൽ മതി. പക്ഷേ ആ വർക്ക്സ് ലിമിറ്റഡ് ആണെങ്കിലും മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കും. അല്ലാണ്ട് ചറ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മത്തിൽ ഇത്ര ടാർഗറ്റിൽ 50 നല്ല 100 1000 ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ കാര്യമില്ല. ഞങ്ങളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്, കുറേ ആളുകൾ ഇതിനകത്ത് പാർട്ട് ടൈം ആയിട്ടൊക്കെ പഠിക്കാൻ കയറുന്നുണ്ട് വെബ്സൈറ്റ് ഡെവലപ്പിംഗ്. അപ്പോൾ അവർക്ക് ഫീസ് ഇല്ലാതെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ലോട്ട് കിട്ടണം. ദാറ്റ് മീൻസ് ഡെവലപ്പ് ചെയ്തൊരു സൈറ്റ് കൊണ്ടല്ലോ പഠിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ ട്രൈ ചെയ്യും. അത് എത്രത്തോളം ബെറ്ററായി വരുന്നോ അത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് പല കാര്യങ്ങൾക്കും ഒരു സക്സസ് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾ കാണാം. ഇപ്പോൾ സിനിമ അതൊരു എഴുതിയിരിക്കുന്നതും ആരംഭതാവും എങ്ങനെയാണ് എൻ്റെ കസേര ഇൻസ്പിറേഷനൊക്കെ വന്നത്? ഞാൻ ഇതിന് മുമ്പ് നരകരി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വേണ്ടത് അവിടെ ധൈര്യമായിട്ട് പറയുന്നത്. അതിൽ നിന്ന് ഭയങ്കര ഒരു നല്ല സബ്ജക്റ്റ് ആയിരുന്നു. അത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ക്ലാസിക് സബ്ജക്റ്റ് ആയിരുന്നു. അതെൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയായിരുന്നു. കാരണം എഴുതിയതായിട്ട് ചെറിയ കഥയായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു ആ ഫിലിമിൽ. അത് അത്രത്തോളം നല്ലതുമായിരുന്നു. അതിനുശേഷം അത് ഞങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സൊക്കെ അതായത് യുവ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് അത് അൺഫോർച്ചുനേറ്റ്ലി നിന്നുപോയി. അപ്പോൾ അത് അവർ കോപ്പിറൈറ്റ് എടുത്തു. അവരുടെ പ്രൊഡക്ഷൻ്റെ ഡയറക്ടർ ഒന്ന് അനൗൺസ് ചെയ്ത് പോയത്. പിന്നെ നമുക്ക് ആ സ്റ്റോറി എടുത്ത് ചെയ്യുമ്പോൾ ഭയങ്കര ഇമോഷണലി എഴുതി ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ കോൺടാക്ട് ചെയ്ത് നോക്കി, പക്ഷേ അതിന് രക്ഷയില്ല. പിന്നെ ഞാൻ എൻ്റെ ബാസിമളിയനോട് ഞാൻ ബെൻജമിൻ പാർപ്പറോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, നമുക്ക് ഇത് തന്നെ ചെയ്താലോ. കാരണം അദ്ദേഹത്തിനും ഷെയർ ഉണ്ട് സ്ട്രീംഫ്ലെക്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പറഞ്ഞു വേണ്ട, കാരണം അത് ഓൾറെഡി ഒരാൾക്ക് നമ്മൾ പോയി അതൊരു ചെറിയ പേയ്മെൻറ്റും വാങ്ങി, അതിന് വേണ്ട, അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഇനി അത് നമുക്ക് നോക്കേണ്ടത് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചത് വേറൊരു സബ്ജക്റ്റ് ചെയ്യാതെ കരുതി. അത് കുറേ ഇരുന്ന് ആലോചിച്ച് മലയാളത്തിൽ ഇതുവരെ വരാത്തൊരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആയിരിക്കണം, സ്ക്രീൻ പ്ലേ ആയിരിക്കണം നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഒന്നൊരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ്, മറ്റൊന്ന് വരാഗി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. ഫിലിമിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഞങ്ങൾ കുറേ നോക്കി. അതിന് ഫാൽക്കോൺ എന്ന് പറഞ്ഞ ചെന്നൈയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ എത്തിപ്പെട്ടു. അവരാണ് സിലബരസൻ സാറിൻ്റെ മാനാടൊക്കെ CG ചെയ്തത്. അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു മലയാളി എംപ്ലോയി ഉണ്ട്, കോട്ടയത്ത് നിന്ന് വരുന്ന മിഥുൻ ബ്രോ. അപ്പോൾ മിഥുചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ മിഥുചേട്ടൻ ഇങ്ങനെ നല്ല സബ്ജക്റ്റാണ്, നമുക്കത് ചെയ്യാം, അപ്പോൾ ഒരു നല്ല പ്രൊഡ്യൂസർ വേണം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മെയിൻ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ട് പ്രൊഡ്യൂസർ വേണം. ഈ 3D എന്താ അല്ലെങ്കിൽ ഇതിന് എങ്ങനെ വരും എന്നൊരു ഐഡിയ ഉള്ള ഒരാളെ ചെയ്യണം. അല്ലാണ്ട് ചെറിയൊരു എമൗണ്ട് തന്നിട്ട് വലിയ ബാഹുബലി പ്രതീക്ഷിക്കാത്തൊരു അല്ലെങ്കിൽ അതിനൊരു നല്ല ഔട്ട്കം അത് എന്താണോ ആ സബ്ജക്റ്റ് പറയുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തൊരു പ്രൊഡ്യൂസറിനെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്.
അതിലേക്കാണ് ഞങ്ങൾ ഇതിൻ്റെ ഗുഡ് വില്ലാത്ത കുറച്ചും കൂടെ ഒരു ക്രിയേറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ എല്ലാ വർക്കുകൾ കാണുമ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോഴും അവർ നമ്മളോട് കീപ്പ് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ആയിരുന്നു, നമ്മളോട് കീപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുഡ് വില്ലിനെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. വേറെ പ്രൊഡക്ഷൻ കമ്പനീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വരാനിട്ടല്ല, ഗുഡ് വില്ലിനകത്ത് ഫസ്റ്റ് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഈ ഭൈരവ പ്രൊഡക്ഷനിൽ ഇപ്പം നമ്മളൊരു മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? നമ്മളുടെ ഓഫീസ് ഇപ്പോൾ അറക്കൽ ബിൽഡിങ്ങിൻ്റെ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്, അതിനതിന് വേണ്ടി ഒരു സെക്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്താൽ ചെയ്യാം. ഇല്ല സ്ട്രീംഫ്ലെക്സിൻ്റെ പേജുണ്ട്, അല്ലെ ഭൈരവ പ്രൊഡക്ഷൻസിൻ്റെ പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിലൂടെ ഇപ്പോൾ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ അഡ്മിറ്റ്സ് റിപ്ലൈ തരും. അത് എൻ്റെ കയ്യിലല്ല ടൂൾസ് ഇരിക്കുന്നത്, കാരണം സോഷ്യൽ മീഡിയ ഹാൻഡിൽ കുറച്ച് ടഫാണ്. അതായത് ഇതിനെല്ലാത്തും നടന്നു പോകത്തില്ല, ക്ലാസ് ഇതിനിടയ്ക്ക് എല്ലാം കൊണ്ട് നടന്നു പോകത്തില്ല. അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അത് മോഡറേറ്റേഴ്സിന് വെച്ചിട്ടാണ് അവരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരത് പ്രോപ്പറായിട്ട് എല്ലാം അതിനകത്ത് തന്നെ റിപ്ലൈ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ജനുവിനാണെങ്കിൽ എന്തായാലും അത് അതിനകത്ത് കുറേ പേര് ബന്ധപ്പെട്ടു ഒക്കെ സ്ക്രിപ്റ്റാണ്, പക്ഷേ സ്ക്രീൻ പ്ലേ ഓർഡർ അല്ല അതിലൊക്കെയാണ്. അതിനകത്ത് കുറേ വർക്കുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫണ്ടൊക്കെയാണ്, പക്ഷേ സ്ക്രീൻ പ്ലേ ഓർഡറല്ല. ഇതിൻ്റെ ഓർഡർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളുകൾക്ക് ഇപ്പം നമുക്ക് 10 പേരോട് വേണേൽ കഥ പറഞ്ഞ് കേൾപ്പിച്ചിരുത്തി കാണിക്കാം, പക്ഷേ ഒരു 1000 പേരാകുമ്പോൾ നടക്കത്തില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൺവേ ആവണം. നല്ല സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷേ എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പല ഫിലിംസിൻ്റെ സക്സസ് ഇരിക്കുന്നത്. അല്ലെ അത് ആരും കണ്ടില്ലെങ്കിൽ കാണുന്നവർക്ക് അത് ഏതെങ്കിലും കാലത്ത് മനസ്സിലാകും. അങ്ങനെ കുറേ വെറൈറ്റി സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അത് ഫ്രഷേഴ്സിൻ്റെ അത് ഭയങ്കര നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്.